തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം, നരകത്തിൽ മനുഷ്യ ജീവനെ വരുവാൻ നമസ്കാരം, നരകത്തിൽ മനുഷ്യ ജീവനെ വരുവാൻ നരകത്തിൽ മരിച്ചു നമസ്കാരം. ദൈവം ആത്മാവാകുന്നു. അവിടെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ തലകളെ ഉടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ ആരാധനയിൽ തിരുസാന്നിധ്യം ഒന്നുകൂടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരണമേ. ആലയത്തെ ആരാധനകൾക്ക് വേണ്ടി ഒരുക്കിയ പ്രിയകപ്യാർമാർ, ആരാധന മധ്യേ പാട്ടുകൾ പാടുന്ന കോയറംഗങ്ങൾ, ശബ്ദത്തെ നിയന്ത്രിക്കുന്ന പ്രിയ സഹോദരൻ, എല്ലാവരെയും തിരുകരങ്ങളിൽ തുടർന്ന് മറച്ചു കാത്തുകൊള്ളണമേ. കടന്നു വരേണ്ടുന്ന ജനത്തെയും ശക്തീകരിക്കണമേ. ആരാധന മധ്യത്തിൽ തിരുസന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ നിൽക്കുമ്പോഴും പ്രാർത്ഥനയിൽ ബലപ്പെടുമ്പോഴും തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണമേ. വചന കേൾവിയും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തിയാലും വചനം സംസാരിക്കുന്ന പ്രിയ അച്ഛനെ ബലപ്പെടുത്തി അനുഗ്രഹീതമാകുന്ന വചന ധ്യാനങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്ത് വഴി നടത്തണമേ. പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ആരംഭം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 210 ഗീതം വേറോട് ചേർന്ന് നമുക്ക് പാടാം. ഗീതം 210. സ്തുതിലിന്ദാനികളാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരാധനക്രമം 4-ാം മുറം 2-ാം ഭാഗം.
ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ മന്ദിരത്തിൽ നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അതിരകൾ തുറക്കണമേ. എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസമതയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മുടെ മുട്ടുകളെ വിളക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് കോവിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ എല്ലാ ബലഹീനതകളെയും തിരുസന്നിധിയിൽ നിതാപത്തോടെ ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറത്തെ മധ്യഭാഗത്ത് കാണുന്ന പ്രാർത്ഥന വിനയ ഹൃദയത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങളെ വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് തിരുസന്നിധിയിൽ സ്തോത്രത്തോടുകൂടി നമുക്ക് ചെല്ലാം. ആരാധനക്രമം 14-ാം പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുണകൾക്കായി ആദരവുകൾക്കായി ഞങ്ങളെ മഹാകരുണയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലകൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ലോകത്തെ വീണ്ടെടുത്ത സ്നേഹത്തിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങയെ രക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടക്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിനെ ഞങ്ങളെ നാടുകയും വിശുദ്ധിയോടും നീതിയോടും പകടവും നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കരുണകളെയും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ.
വായനയ്ക്കായുള്ള പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന വേദഭാഗം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന വേദഭാഗം. യഹോവ അരുളി ചെയ്തത്: മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, മോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടുന്നതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ: ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. വിശുദ്ധ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന വേദഭാഗം. സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന വേദഭാഗം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്: യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്: മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിൽക്കവേ നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പ്രസ്താവിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിൽ ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു. കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമുക്കൊരുങ്ങാം.
കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആലയം നൽകുന്ന കൂട്ടായ്മകളിലൂടെയും ആലയ ആരാധനകളിലൂടെയും വിശ്വാസ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അനുദിനം പകരുന്നവരായി തീരുവാൻ നാഥൻ ഞങ്ങളെ ശക്തീകരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആലയത്തിലെ എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് തുടർന്നും കൃപ പകരണമേ. സഭയെ നയിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവാശ്രയത്തിൽ സഭയെ നയിപ്പാനും സഭയുടെ ശുശ്രൂഷകളിൽ ബലപ്പെട്ട് മുന്നേറുവാൻ നാഥ അവിടുന്ന് തുടർന്നും കൃപയിലേക്ക് വഴി നടത്തണമേ. ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾക്കായി സ്തോത്രം. ദൈവരാജ്യ തുല്യമായി സമർപ്പണമുള്ള കുടുംബ ജീവിതങ്ങൾ ദേശത്തിൽ സാക്ഷ്യം വഹിപ്പാൻ അവിടുന്ന് കൃപ പകരണമേ. പ്രാർത്ഥനയാലും വചനധ്യാനങ്ങളാലും അനുദിനം വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുവാനും അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ഉത്തരം ദൈവസ്വരതയിൽ നിന്ന് പകർന്ന് ബലപ്പെട്ട് മുന്നേറുവാൻ വരുന്ന നാളുകളിൽ അവിടുന്ന് ശക്തീകരിക്കണമേ. മക്കളെ കുറിച്ച് ചിന്താകുലതയിലായിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. അനുഗ്രഹീതമായവരുടെ വിദ്യാഭ്യാസം എങ്ങനെ ക്രമീകരിക്കും? കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ വഴി നടത്തും? തൊഴിൽ എങ്ങനെ ലഭ്യമായി തീരുമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെയും നാഥന്റെ കൃപ ലഭ്യമായി തീർന്ന് അനുഗ്രഹീതമായി തലമുറക്കാരെ ബലപ്പെടുത്തി വഴി നടത്തണമേ. മാതാപിതാക്കന്മാരുടെ ആരോഗ്യത്തിനായി അവർ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമുള്ളവരായി ബലപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥനകളിലായിരിക്കുന്ന തലമുറക്കാരെയും നാഥ അവിടുന്ന് കൃപയോടെ കടാക്ഷിച്ച് വഴി നടത്തണമേ. പഠന പ്രവർത്തനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ തുടർന്നും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയാലും പഠനങ്ങളൊക്കെയും ക്രമീകരിപ്പാനുള്ള കൃപ അവിടുന്ന് ഒരുക്കി വഴി നടത്തണമേ. പരീക്ഷകളിലായിരിക്കുന്ന പ്രിയ മക്കളെയും അവിടുന്ന് സഹായിച്ചാലും ദൈവം നൽകുന്ന ജ്ഞാനത്തിൽ ആശ്രയിച്ച് നന്നായി പരീക്ഷ എഴുതുവാൻ നല്ല വിജയമൊക്കെയും കരസ്ഥമാക്കുവാൻ അവിടുന്ന് കൃപ പകർന്നാലും ഇവ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നല്ലോ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളെ തന്നെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നതയിൽ മുന്നടക്കുവാൻ അവിടുന്ന് കൃപ പകരണമേ. വാർദ്ധക്യ മാതാപിതാക്കന്മാരെ തുടർന്നും ബലവാനായ ദൈവം അവിടുത്തെ കരങ്ങളിൽ വഹിച്ച് താങ്ങി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണങ്ങളുടെ മധ്യത്തിൽ നാഥൻ കൃപയൊരുക്കി ബലപ്പെടുത്തി വഴി നടത്തണമേ. പലവിധമാകുന്ന രോഗങ്ങളാൽ ഭാരപ്പെട്ട് അവിടെ നൽകിയ സൗഖ്യവുമായി ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് ആശ്വാസവും പരിപൂർണമാകുന്ന സൗഖ്യവും തുടർന്നും ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റാണി ഡേവിഡ്സൺ പ്രിയമാതാവിനെ തിരുസന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ദൈവം നൽകി വരുന്ന സൗഖ്യങ്ങൾക്കായി സ്തോത്രം. പരിപൂർണമാകുന്ന വിടുതൽ ജീവിതത്തിൽ അനുഭവിപ്പാൻ കൃപ പകരണമേ. പകർച്ചവ്യാധി ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുവാൻ ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള കൃപ അവിടുന്ന് പകർന്ന് വഴി നടത്തിയാലും പ്രകാശ് മാവർക്കൊലയ്ക്കൽ പ്രിയ പിതാവിനെയും അവിടുന്ന് ബലപ്പെടുത്തുന്നു. അപകട സംബന്ധമായിട്ടുള്ള വീഴ്ചകളിൽ നിന്നൊക്കെയും ബലം പ്രദാനം ചെയ്ത് അവിടുന്ന് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ദാനകൃപ്യാരത്തിലേക്ക് ഓർക്കുന്നു. വരുന്ന നാളുകളുള്ള എല്ലാ ചികിത്സകളിലും അങ്ങയുടെ കൃപാകടാക്ഷം കൂടെ ഇരിക്കണമേ. കൃപയുടെ മറവിൽ അവിടുന്ന് മറച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശോഭനകുമാരി പ്രിയ മകളെയും തിരുസന്നിധിയിലേക്ക് ഓർക്കുന്നു. കാലിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ബലഹീനതകളും വിട്ടുമാറുവാൻ അവിടുന്ന് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലില്ലിബായ് ചരിവുള്ള പ്രിയ മാതാവിന് നൽകി വരുന്ന സൗഖ്യങ്ങൾക്കായി സ്തോത്രം. ട്രീറ്റ്മെന്റുകൾ ഫലവത്തായി ശരീരത്തിൽ ബലപ്പെടുവാനും കാഴ്ച വീണ്ടെടുക്കുവാനുമുള്ള കൃപ അവിടുന്ന് പകർന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാൻസി പ്രമോദിനെയും ശരണ്യ അജിത്തിനെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസവാനന്തര ശുശ്രൂഷകൾക്കായി പ്രസവാനന്തരത്തിനായി ഈ നാളുകൾ ക്രമീകരിക്കുന്ന എല്ലാ ചികിത്സകളെയും അവിടുന്ന് ശക്തീകരിക്കണമേ. വരുന്ന നാളുകളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാൻ ഒരുങ്ങുമ്പോൾ ദൈവ കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. ജാൻസിയെ വിശേഷാൽ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അരുമനാഥന്റെ കൃപാകടാക്ഷം കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് അനുഗ്രഹീതമാകുന്ന ശിശു അനുഗ്രഹവും വിടുതൽ ഭാഗ്യവും പ്രദാനം ചെയ്ത് മാതാവിനെയും പൈതലിനെയും കുടുംബത്തിന് ദാനമായി നൽകി വരുന്ന ആളുകളിൽ ആലയത്തിൽ കുടുംബമായി കടന്നു വരുവാനും ശുശ്രൂഷാതലങ്ങളിൽ ബലപ്പെടുവാനും കൃപ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസവാനന്തര ശുശ്രൂഷകളിലായിരിക്കുന്ന പ്രിയമുള്ളവരെയും
അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തിയാലും മറ്റ് ചികിത്സകളിലായിരിക്കുന്ന പ്രിയമുള്ളവരെയും കരുതി വഴി നടത്തണമേ. വരുന്ന നാളുകളിൽ അവർ ആഗ്രഹിക്കുന്ന തരങ്ങളിലേക്ക് ദൈവം നൽകുന്ന സൗഖ്യവുമായി തിരുവാലയത്തിലേക്ക് കൂടി വരുവാൻ അവിടുന്ന് കൃപ പകർന്നാലും നാളുകളിൽ ഭവന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയമുള്ളവർ ഓർക്കുന്നു വേഗത്തിൽ പൂർണ്ണമാക്കുവാനും പ്രാർത്ഥനയാൽ പുഷ്ടിപ്പാനുമുള്ള കൃപ അവിടുന്ന് പകർന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾക്കായും പലയിടങ്ങളിൽ നിന്ന് തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥലമാറ്റം ലഭ്യമായി ഉയരണമേ എന്ന പ്രാർത്ഥന ഉണ്ടായിരിക്കുന്ന പ്രിയമുള്ളവരെയും ഓർക്കുന്നു. കൃപയോടെ കടാക്ഷിച്ച് അവിടുന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ ദേശത്തെയും ദേശത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവ സാന്നിധ്യം ആരാധനകളിലൂടെ ദേശത്തിന് അർത്ഥവത്താക്കുന്നതായിരിക്കാൻ അവിടുന്ന് ശുശ്രൂഷാതലങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം നൽകുന്ന സാന്നിധ്യവും സംരക്ഷണവും എല്ലാവരും ഒരുപോലെ അനുഭവിപ്പാൻ അവിടുന്ന് കൃപ പകർന്നാലും മിഷൻ വയലിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും തുടർന്നും അവിടുന്ന് ബലപ്പെടുത്തണം. കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്താലും വചനം സംസാരിക്കുന്ന പ്രിയച്ഛനെയും അവിടുന്ന് തുടർന്നും കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. കുടുംബത്തെയും തിരുസന്നിധിയിലേക്ക് ഓർക്കുന്നു. അധികം ബലത്തോടെ ശുശ്രൂഷാതലങ്ങളിൽ ബലപ്പെടുവാൻ കുടുംബമായി ശക്തീകരിപ്പാൻ അവിടുന്ന് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ ആരാധനയിൽ ഭവനങ്ങളിലായിരുന്നു പങ്കെടുക്കുന്നവരെയും അവിടുന്ന് ശക്തീകരിക്കണം. നന്മകൾ പ്രദാനം ചെയ്ത് വഴി നടത്തണമേ. മാനവും മോത്തും എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ ഇടക്കാർ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കും. ഞങ്ങളുടെ രക്ഷകർത്താ സന്തോഷത്തിൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം വേറൊരു ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര വഴിപാടുകൾ മേശമേൽ അർപ്പിക്കാവുന്നതാണ്.
യേശുവിൻ കരസ്പർശനത്താൽ വിശ്വാസത്തോടെ നീ വന്നിടുക. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്ത ഈ ആരാധനയിൽ നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത്, മിഷണറി പ്രവർത്തനങ്ങൾക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് കമലാഭായ് കമലാഭവൻ, പ്രേംരാജ് ആൻഡ് ഫാമിലി പ്രേംവില്ല, ആർ വിൽസൺ ദീക്കർ ആൻഡ് ഫാമിലി തേറക്കോട്, അനുരാജ് എസ് ജയദേവ ഭവൻ. പൂർ ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് അനുരാജ് എസ് ജയദേവ ഭവൻ, ടിബായസ് ടോം, ജയാനന്ദ് ഡീക്കർ ജയ ഭവൻ, കെ സുമാഗി സുനിൽ നിവാസ്, നിർമ്മല സിന്ധു ഷെഖേന, ആഷിഷ് സക്കറിയ ഡോക്ടർ ജനിത എഡ്വിൻ ഷെഖേന, അനഘ മാവറത്തലയ്ക്കൽ, പ്രേംരാജ് ആൻഡ് ഫാമിലി പ്രേംവില്ല, ആർ വിൽസൺ ഡീക്കർ ആൻഡ് ഫാമിലി തേറക്കോട്. മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് ഷിയ എസ് അനു ജയദേവ ഭവൻ, സുമാഗി സുനിൽ നിവാസ്, വിപിൻ വിവേക് ഏഞ്ചൽ, ഡെയ്സി നെയ്യനിക്കോണം, കമലാഭായ് കമലാഭവൻ. സഭയുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നേർച്ച അർപ്പിച്ചിരിക്കുന്നു ജാൻസി പ്രമോദ് ചെറുമലക്കുന്ന്. കുടുംബമായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് റോബർട്ട് സജിൻ നിവാസ് വേങ്കോട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ ലഭ്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് നേർച്ച അർപ്പിച്ചിരിക്കുന്നത് റോബർട്ട് സജിൻ നിവാസ്, മീന പി മണി. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നേർച്ച അർപ്പിച്ചിരിക്കുന്നു ശരണ്യ അജിത് അയ്യപ്പൻകുഴി, ജോസ്ന വിൽസൺ ജസ്ന വിൽസൺ തേറക്കോട്. വീഴ്ചയിലായിരുന്നു, സൗഖ്യം പ്രാപിച്ചു വരുന്നു. തുടർന്നും സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകാശ് മാവറത്തലയ്ക്കൽ. ദശാംശ വഴിപാട് അർപ്പിച്ചിരിക്കുന്നത് രാഗി മാവറത്തലയ്ക്കൽ. ജന്മദിന സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് പുഷ്പാബായ് റീജ ഭവൻ, ആർ വിൽസൺ ദീക്കർ തേറക്കോട്, ജയ വിൽസൺ തേറക്കോട്, സജിൻ റോബർട്ട് സജിൻ നിവാസ്, റോബർട്ട് സജിൻ നിവാസ്, സിന്ധു സജിൻ നിവാസ്, സിനിയൽ റിൻസി ഭവൻ, ഷിജു അയ്യപ്പൻകുഴി, സ്നേഹ അയ്യപ്പൻകുഴി, ലളിത പാറമുകൾ, ശാന്തി അയ്യപ്പൻകുഴി, അപ്പു അകത്തോട്ടുകോണം, വിവേക് കുമാർ ഏഞ്ചൽ, രജികുമാർ കുണ്ട്രക്കോണം. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ പുഷ്പകുമാരി കുറ്ററ, സാംരാജ് സാം കോട്ടേജ്, ആമിയ ബി സജൻ കരുണ, പ്രീജ പ്രസാദ് എമർട്ടേജ്, ആകർഷ് എസ് സുമൻ ആകർഷ് നിവാസ്, അനഘ മാവറത്തലയ്ക്കൽ, ഹാനോ പി ജോൺ വിൻസ്റ്റൺ ബ്രൗൺ കോട്ടേജ്, തിർസ അമ്പൂരി, സവിൻ വിൽസ് സവിൻ നിവാസ്, ശൈലജ അകത്തോട്ടുകോണം, സരോജം ഷൈനി ഭവൻ, ഡെയ്സി ചെറുമലക്കുന്ന്, ബ്ലസീരാജ് പ്രസൂനം, അപ്പുക്കുട്ടൻ അനീഷ് ഭവൻ, ജോഹൻ ന്യൂ ബദേൽ ഹൗസ്. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവകൃപകളും നേർന്നുകൊള്ളുന്നു. ഈ കാഴ്ചകളെയും നേർച്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. സകല നന്മകളും ജീവിതത്തിൽ ദാനമായിട്ട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കർത്താവേ, തിരുസനെ ഞങ്ങള് സന്തോഷത്തോടുകൂടെ മാസവരിയായും മേശമേൽ സ്തോത്ര കാണിക്കയായും ജന്മനാൾ കാണിക്കയായും കുടുംബ കാണിക്കയായും ദശാംശ കാണിക്കയായും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സഹായമായും മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഞങ്ങളുടെ കാണിക്കയായും വിശേഷാൽ കാണിക്കകളുമായിട്ട് തിരുസൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ വഴിപാടുകളെയും അവിടുന്ന് സ്വീകരിക്കുകയും അതിലവിടുന്ന് പ്രസാദിക്കുകയും തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അളവില്ലാ ദാനങ്ങൾ തന്ന് നന്മകളാൽ ഞങ്ങളെ സമ്പന്നമാക്കിയും ഇതിലും അധികമായി ദൈവനാമത്തിനായി കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപയേകീച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ ചാരുബെഞ്ച് നിർമ്മാണ പദ്ധതിക്കായിട്ട് സ്തോത്രം. അതിലെല്ലാവരും സജീവമായി പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുന്നത് ആ പ്രോജക്റ്റ് അവസ്ഥ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് സഹായമായി തീരാൻ കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിനം ഒന്നിനും കുറവില്ലാതെ നന്മകളാൽ ഞങ്ങളെ സമൃദ്ധിയായി വേണ്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം ഏറ്റെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരസ്യങ്ങളായി സഭയെ ഓർമ്മപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ വരുന്ന ഞായറാഴ്ചയും ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് 7, 8, 9 എന്നീ സമയക്രമങ്ങളിൽ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. 7 മുതൽ 11 വരെയുള്ള വാർഡിലുള്ളവർക്ക് വരുന്ന ഞായറാഴ്ച 7 മണിക്കായിരിക്കും. 1 മുതൽ 3 വരെയുള്ള വാർഡിലുള്ളവർക്ക് 8 മണിക്കും 4 മുതൽ 6 വരെയുള്ള വാർഡിലുള്ളവർക്ക് 9 മണി എന്നീ സമയക്രമങ്ങളിലായിരിക്കും ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭാതാരാധനകളിൽ ഒന്ന് സഭയുടെ യൂട്യൂബ് ചാനലിൽ 5 മണി മുതൽ ആരാധന സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഭവനങ്ങളിലിരുന്ന് ആരാധനകളിൽ പങ്കെടുക്കാവുന്നതാണ്. വരുന്ന ഞായറാഴ്ച ആരാധനകൾക്ക് ശേഷം താൽക്കാലിക ഇടവക കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഇടവക കമ്മിറ്റിക്ക് ശേഷം 11:30 ബിൽഡിംഗ് കമ്മിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീജന സഖ്യത്തിന്റെ ആരാധനാ സമയത്ത് ഓൺലൈനായി ഗൂഗിൾ മീറ്റിലൂടെ ഇന്ന് 4 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ശനിയാഴ്ച 4 മണിക്ക് ശ്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ആലയത്തിൽ വെച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. വരുന്ന ഞായറാഴ്ച 18/7/2021 വരുന്ന ഞായറാഴ്ച സൺഡേ സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. ചാരുബെഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിന്റെ പോളിഷിംഗ് വർക്കുകൾ ക്രമമായി നടക്കപ്പെടുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക, സാമ്പത്തികമായി സഹകരിക്കുവാനും ഉറപ്പെടുത്തിക്കൊള്ളുന്നു. അനുശോചനങ്ങൾ. നമ്മുടെ സഭയിലെ 286 കുടുംബ നമ്പറിൽ ഉൾപ്പെട്ട ശ്രീ തപസ്യമുത്ത് കുഴിക്കാട് 7/7/2021 ബുധനാഴ്ച പിതാവിന്റെ 100ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അന്നേ ദിവസം അരുവിക്കരയിലുള്ള മകളുടെ ഭവനത്തിൽ അടക്ക ശുശ്രൂഷ നടത്തപ്പെട്ടു. മറ്റൊരു അനുശോചനം. നമ്മുടെ സഭയിലെ 91ാം കുടുംബ നമ്പർ ഉൾപ്പെട്ട ശ്രീ ആമോസ് പള്ളിവിളയിൽ 8/7/2021 വ്യാഴാഴ്ച തന്റെ 63ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 9/7/2021 വെള്ളി സഭയുടെ സെമിത്തേരിയിൽ അടക്ക ശുശ്രൂഷ നടത്തപ്പെട്ടു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന 2 കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. സഭയുടെ അനുശോചനങ്ങൾ ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ 2 കുടുംബങ്ങളെയും ഓർക്കുവാൻ ഉറപ്പെടുത്തിക്കൊള്ളട്ടെ. 446ാമത്തെ ഗീതം എഴുന്നേറ്റ് പാടി വചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. 446ാമത്തെ ഗീതം പാടിയതിനു ശേഷം സ്നേഹം ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ LJ സാംജി സച്ചിൽ നിന്ന് ഇന്നത്തേക്ക് ആവശ്യമാകുന്ന തിരുവചനം നമുക്ക് കേൾക്കാവുന്നതാണ്. Thy
പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ കർത്താവേ, ബലഹീനായ അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്നേഹവും ബഹുമാനമുള്ള അനീഷച്ചൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മറ്റ് സഹോദരങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസത്തിന്റെ അറിവും പ്രവൃത്തിയും എന്നതാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ഒരു കൃഷിക്കാരൻ വളരെയേറെ തൻ്റെ കൃഷിപ്പാടങ്ങളിൽ കൃഷി ഇറക്കി 5 മക്കളെ പോറ്റി വളർത്തിയിരുന്നു. തനിക്ക് ആരോഗ്യം ക്ഷയിച്ചപ്പോൾ ഈ 5 മക്കളെയും വിളിച്ച് ഈ കൃഷിപ്പാടത്തിൽ കൃഷി ഇറക്കാനായിട്ട് 5 ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു. ഒന്നാമത്തേനോട് കുഴി എടുക്കുവാനും, അടുത്ത മകനോട് മകന്റെ കയ്യിൽ അതിൽ ഇടേണ്ട വിത്ത് ഏൽപ്പിച്ചു. കൃഷി ഇറക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് ആ വിത്തുകളെ മൂടി മുളച്ചു വരത്തക്കവണ്ണം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ മറ്റൊരു മകനെയും ഏൽപ്പിച്ചു. ആവശ്യമായ പരിചരണവും വെള്ളവും വളവും ഒക്കെ അതിന് സമയാസമയങ്ങളിൽ നൽകാൻ ഒരു മകന് ഉത്തരവാദിത്വം നൽകി. ഇത് നന്നായി വിളഞ്ഞ് അത് കൊയ്ത്തിന് സമയമാകുമ്പോൾ കൊയ്ത് കളപ്പുരയിൽ കൊണ്ടുവന്ന് കൂട്ടിവെച്ച് കുടുംബത്തോടുള്ള സന്തോഷം പങ്കിടാൻ 5ാമത്തെ മകനെയും ഏൽപ്പിച്ചു. ഇവർ കൃഷിപാടത്ത് തങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. കിളച്ച് കൃഷിയിടം ഭാഗമാക്കേണ്ടതിന് ഉത്തരവാദിത്വമേറ്റ മകൻ അത് നിർവഹിച്ചു. വിത്തിട്ട് മണ്ണ് ഇട്ട് മൂടി അതിനെ ശരിയായ രീതിയിൽ അതിന്റെ പാത്തിയൊക്കെ ക്രമീകരിക്കുന്നതിന് ചുമതലപ്പെട്ട ആൾ അത് ചെയ്തു. വളമൊക്കെ ഇടേണ്ട വ്യക്തി അതും ചെയ്തു. പക്ഷേ പല നാളുകൾ കഴിഞ്ഞിട്ടും വിത്ത് മുളച്ചു വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഈ പിതാവ് മക്കളെ വിളിച്ചു, എന്തുകൊണ്ട് ഈ വയലിലെ കൃഷിപാടത്തില് വിത്തുകൾ മുളച്ചു വരുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ഈ പിതാവ് ആരുടെ കയ്യിൽ വിത്തുകൾ ഏൽപ്പിച്ചോ ആ വ്യക്തി ആ വിത്തുകൾ കൃഷിയിടത്ത് ഇറക്കാതെ തന്റെ കരങ്ങളിൽ സൂക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് മുളയ്ക്കുക, എങ്ങനെയാണ് അത് വളരുക, എങ്ങനെയാണ് ഫലം കൊടുക്കുക? ഇന്ന് പാഠമായിട്ട് വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് മധ്യേ പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ വചനമാണ് 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. അവിടെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും.
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം എല്ലാവരും മനസ്സിലാക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ വ്യക്തിപരമായ അറിവെന്നതാണ് വിശ്വാസത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും ലളിതമായ നിർവചനം. കേവലം ബുദ്ധി കൊണ്ട് മാത്രം തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒന്നല്ല വിശ്വാസം. പ്രത്യുത ദൈവത്തോടുള്ള പൂർണ്ണമായ ആത്മീയ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അതിന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിൽ അതിന്റെ 5-ാം 7-ാം വാക്യത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ വിശ്വാസത്തെ ദൈവത്തിന്റെ ശക്തിയായ പ്രവർത്തനമായി അല്ലെങ്കിൽ ബലവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. യഹോവയായ ദൈവം ഉന്നതനാണ്, ഉയരത്തിലാണ് അവന്റെ വാസം. അവൻ സിയോനെ നീതിയും ന്യായവും കൊണ്ട് നിറച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചനം 33-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ വിശ്വാസം ക്രിസ്തുവിൽ ആവിഷ്കാരം നേടിയ ദൈവത്തെ സംബന്ധിക്കുന്ന അറിവാണെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എന്റെ പിതാവിലും വിശ്വസിപ്പീൻ എന്ന ക്രിസ്തുവിന്റെ പ്രസ്താവനകളൊക്കെ വചനങ്ങളൊക്കെ നമുക്ക് അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ തന്നെ ഇരിക്കും. ചാകുന്നുവെങ്കിലോ അതിൽ നിന്ന് വളരെ ഫലമുണ്ടാകും. ഇന്ന് നാം പാഠമായിട്ട് വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്ന 2 ചിന്തകളാണ് ചുരുങ്ങിയ നിമിഷം കൊണ്ട് നിങ്ങളോട് പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്നത് വിശ്വാസത്തിന്റെ നായകൻ ദൈവമാണ്. അത് ഈ പഴയ നിയമ ചിന്തയിലും പുതിയ നിയമ ചിന്തയിലും യേശുക്രിസ്തുവിന്റെ പ്രസ്താവനയിലൊക്കെ നമുക്കത് ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ ഭാഗത്ത് അത് എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: കത്തുന്ന മുൾപ്പടർപ്പിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ മോശ ഉണരുകയാണ്, അറിയുകയാണ്, അവൻ കാണുകയാണ്, വിശ്വസിക്കുന്നു. ആടുകളെ വെച്ചിരുന്ന മോശയ്ക്ക് അല്പമകലെ മുൾപ്പടർപ്പ് കത്തി എരിയുന്നു. അത് കത്തുന്നതല്ലാതെ ആ ചെടി നശിക്കുന്നതായിട്ടോ കത്തി ചാമ്പലാകുന്നതായിട്ടോ കാണാൻ കഴിയുന്നില്ല. നാം എന്ത് കത്തിച്ചാലും നിശ്ചയമായിട്ടും അത് കത്ത് ചാമ്പലാകുന്നത് കാണാൻ കഴിയും. ഇത് കണ്ടപ്പോഴാണ്, അതെന്താണെന്ന് അറിയാൻ അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം മോശയ്ക്ക് ലഭ്യമായി തീരുന്നു. മോശെ മോശെ എന്ന് തന്നെ പേർ ചൊല്ലി ദൈവം അവനെ വിളിക്കുകയും അവന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ട്
ഞാനിതാ അല്ലെങ്കിൽ അടിയാനിതാ എന്ന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വിശ്വാസത്തിന്റെ നായകൻ ദൈവമാണ്. ഇവിടെ തന്നെ സമർപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ ദൈവം മോശയെ വിളിച്ച് വാർന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. വലിയൊരു ഉത്തരവാദിത്വം അവന്റെ കയ്യിൽ വരവേൽപ്പിക്കാൻ, അത് ത്യാഗത്തോടെ സ്വീകരിക്കാൻ, അതിൽ നിന്നൊരു നല്ല ഫലമുണ്ടാകാൻ തന്നെ ധരിച്ചുകൊണ്ട്, തന്റെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ദൈവവിശ്വാസത്തിലേക്ക് വന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്വം ചുമതലയും ഏറ്റെടുത്ത് നിർവഹിപ്പാൻ മോശ തന്നെ സമർപ്പിക്കുന്നതായിട്ട് കാണാം. എങ്കിലും വിളിക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ ശരിക്ക് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ല. പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മാത്രമല്ല, ഞാൻ നിയോഗിച്ച ഈ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോ നിങ്ങൾ എന്നെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറും എന്ന് ദൈവം അവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. വിശ്വാസത്തിന്റെ പ്രതിഫലനം ആരാധനയിലൂടെ വെളിപ്പെടുന്ന ദിവ്യ അനുഭവത്തെ ദൈവം അവിടെ മോശയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചിന്ത, കഷ്ടതയിലും പ്രതിസന്ധിയിലും വിശ്വാസത്തിന്റെ പ്രവൃത്തി ശ്രേഷ്ഠമായി നമ്മിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ കഷ്ടതയും പ്രതിസന്ധിയും ഇല്ലാത്ത ആരെയും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഏത് നിലവാരത്തിലുള്ളവരായാലും, ഏത് വിദ്യാഭ്യാസമുള്ളവരായാലും, ഏത് സമ്പത്തുള്ള വ്യക്തിയായാലും സമ്പത്തില്ലാത്ത വ്യക്തിയായാലും അവിടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളും നിശ്ചയമായിട്ട് ഉണ്ടാകുക തന്നെ ചെയ്യും. അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയിലൂടെ, ആ സമർപ്പണത്തിലൂടെ ദൈവം നൽകുന്ന വിടുതലും വിമോചനവും സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഈ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കർത്താവ് ദൈവം പറയുന്ന 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. ഒന്ന്, ഞാൻ അടിമകളായിട്ട് ഫറവോന്റെ കീഴിൽ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ കാണുകയാണ്. രണ്ടാമതോടെ പറയുന്നു, അവർ നിലവിളിക്കുന്ന നിലവിളി ഞാൻ കേൾക്കുകയാണ്. ഭരണാധികാരികളുടെ ഉപദ്രവം കാരണം നിലവിളിക്കുന്ന നിലവിളി ഞാൻ, അവർ അനുഭവിക്കുന്ന വേദനയുടെ മധ്യ അവർ ഉയരുന്ന നിലവിളി ഞാൻ കേൾക്കുകയാണ്. മൂന്നാമത് അവിടെ പറയുന്നു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. നിശ്ചയമായും നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നാം ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, നാം ഏത് ജീവിതത്തിലെ കഷ്ടത അനുഭവിച്ചാലും അവിടെ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ കഷ്ടത കാണും. ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കും. ദൈവം നമ്മുടെ നിലവിളി ശ്രദ്ധിക്കും. നമ്മുടെ സങ്കടം അറിയുന്ന ദൈവം, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം നമ്മെ വിടുവിക്കും, നമ്മെ വിമോചിപ്പിക്കും, നമ്മെ സ്വതന്ത്രരാക്കും. ആ സംഭവമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്നും ആ ദൈവം പ്രവർത്തിക്കുന്നു. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചത് ആ ദൈവം തന്നെയാണ്. അടിമകളായി കാണപ്പെട്ടിരുന്ന നമ്മെയും നമ്മുടെ കഷ്ടത കണ്ട് പൂജ്യരാജന്മാർ നിമിത്തം നമുക്കുണ്ടായ വേദനകളും ഉപദ്രവങ്ങളും മനസ്സിലാക്കി നമ്മുടെ സങ്കടം അറിഞ്ഞ് നമ്മെ സുവിശേഷത്തിലൂടെ വിശ്വാസത്തിലേക്ക് വളരാൻ, ആ വിശ്വാസത്തിലേക്ക് വന്ന് നമ്മെ അവൻ വിമോചനം തന്ന് സ്വതന്ത്രമാക്കി വിടുതൽ തന്ന് അനുഗ്രഹത്തോടെ ഇന്നയോളം വഴി നടത്തിയിരിക്കും.
വിശ്വാസത്തിന്റെ അറിവും പ്രവൃത്തിയും ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് നിറവേറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും, പ്രവൃത്തിയും വിശ്വാസം, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. ഇത് വേർതിരിച്ച് കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തി ഒരാളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയും. നമുക്ക് അതിന്റെ പ്രതിഫലനം ഫലത്തിലൂടെയാണ് കാണുന്നത്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ വിശ്വാസ പരിപോഷണത്തോടുകൂടെ നാം ത്യാഗോജനമായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, വിനയപ്പെടുത്തുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനവും മാറ്റവും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതാനുഭവത്തോടുകൂടെ, പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്ന അനുഭവത്തോടുകൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഗോതമ്പ് മണി ചാകുമ്പോൾ അതൊന്ന് വളരെ ഫലം ഉണ്ടാകും. ഞാനെന്ന ഭാവം നമ്മിൽ മാറുമ്പോൾ ദൈവ വിശ്വാസം നമ്മിൽ ജ്വലിച്ച് പ്രകാശിക്കും. ആ അറിവ്, ആ പരിജ്ഞാനം നമ്മിൽ ജ്വലിക്കുന്നു. അത് പ്രവൃത്തിപഥത്തിൽ കർമ്മനിരതരായിട്ട് പ്രവർത്തിപ്പാൻ, സാക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ, മാതൃകയോടെ പ്രവർത്തിക്കാൻ നമ്മെ സജ്ജമാക്കും. നാം എല്ലാവരും ബലഹീനരാണ്. വിശ്വാസത്തിന്റെ നായകനായ ദൈവം ഏത് കഷ്ടതയിലും പ്രതിസന്ധിയിലും വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി നമ്മിൽ വെളിപ്പെട്ട് നമ്മെ വിമോചിപ്പിച്ച്, വിടുവിച്ച്, സ്വതന്ത്രരാക്കി വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രവൃത്തി പ്രതിഫലിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള അറിവ്, അതിനുള്ള വിവേകം, അതിനുള്ള ജ്ഞാനം നമുക്ക് തന്ന് അനുദിനം നമ്മെ നടത്തട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. ക്രിസ്തേശുവിലൂടെ അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ ദിവസത്തിലും അങ്ങയുടെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. വിശ്വാസത്തിന്റെ അറിവും പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വാസത്തിൽ ഉറപ്പിച്ച് നായകനായി ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകളും വേദനകളും ഭാരങ്ങളും അവിടുന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വിമോചിപ്പിച്ച് വിടുതൽ തന്ന് സ്വതന്ത്രരാക്കി അനുഗ്രഹമായി വഴി നടത്തി വരുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നല്ല സാക്ഷ്യം വഹിക്കേണ്ടതിന് ഞങ്ങളെ അവിടുന്ന് വിവേകത്തോടുകൂടെ, ജ്ഞാനത്തോടുകൂടെ, പരിജ്ഞാനത്തോടുകൂടെ, ദൈവകൃപയോടുകൂടെ ഓരോ നാളും വഴി നടത്തി അനുഗ്രഹിക്കണമേ. കുറവുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണമേ. ആവശ്യമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള ആരാധനകൾ അവിടെ തിരുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവൽ നടത്തിപ്പ് നാം എല്ലാവരും ഇന്നും എന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.